നമസ്കാരം. മഹാവിഷ്ണു ചക്രമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുന്നതായ ആ പ്രധാനപ്പെട്ട സൗഭാഗ്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞു പോകണം, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുക. ശേഷം തന്നിരിക്കുന്നതായ ഈ നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 0 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ജീവിത വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരുന്നതായ സമയമാണ്. അവസരങ്ങളായി വന്നു ചേരുന്ന ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഉയർച്ച വളരെയധികം നേടാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഉയർച്ച പ്രതീക്ഷിക്കാതെ കടന്ന് വരാവുന്നതായ സമയമാണ്. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം. വിദ്യയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. അവിവാഹിതരാണ് എങ്കിൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. അല്ലെങ്കിൽ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തുവാൻ, വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ 8 മാസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ അനുകൂലമായ ചില യാത്രകൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് ഇത്. ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മാനസികപരമായി വിഷമതകൾ, കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ, അതായത് ജീവിതത്തിൽ വന്നു ചേരുന്നതായ ഏതൊരു കാര്യത്തെയും ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനും അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അതിനാൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാം. ധനപരമോ ബിസിനസ് പരമായ ഉയർച്ചയോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാവുന്നതാണ്. കൂടാതെ അകന്നു നിൽക്കുന്നതായ പല വ്യക്തികളും നിങ്ങളിലേക്ക് അടുക്കുകയോ അവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അപവാദങ്ങൾ, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും. ഇത് മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളെയും ഒഴിവാക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഭഗവാനെ ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. രണ്ടാമത്തെ നമ്പറായ 1 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. 15 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് അനുകൂലമായി സംഭവിക്കാവുന്ന കാര്യങ്ങളാകുന്നു. അതിനുശേഷം കാര്യങ്ങൾ അല്പം കൂടി നിങ്ങൾക്ക് പ്രതികൂലമാകുവാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം നീണ്ടു പോവുകയോ ചെയ്യാം. നടക്കില്ല എന്നല്ല പറയുന്നത്, നടക്കാനുള്ള ആ സമയം അല്പം നീണ്ടുപോകും എന്ന് തന്നെ അർത്ഥമാക്കാം.
വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലപ്പോഴും മനസ്സിനെ അലോസരപ്പെടുന്നതായ പലവിധ ചിന്തകൾ മനസ്സിലുള്ളവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ പലവിധ ടെൻഷനുകൾ ഉള്ളവരാണ്. എന്നാൽ ഇതിനെയെല്ലാം തരണം ചെയ്ത് സന്തോഷകരമായ ചില നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. സമാധാനം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സമാധാനം, എന്തെന്നില്ലാത്ത സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അത് അനുകൂലമായി ഭവിക്കുകയോ ചെയ്യാവുന്നതാണ്. ഈശ്വരാധീനം കുറയില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നടക്കേണ്ടതായ കാര്യങ്ങൾ നടക്കേണ്ടതായ സമയത്ത് തന്നെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ പരിശ്രമം തന്നെയാകുന്നു. പരിശ്രമത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കൾ, കുടുംബത്തിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പിന്തുണയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിന് വളരെയധികം സന്തോഷം ഇവർ മൂലം ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. സന്തോഷകരമായ നിമിഷങ്ങൾ വളരെയധികം വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു, അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പ്രധാനമായും പല കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ തിരിച്ചറിയാകാവുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്ന സമയമായി തന്നെ പരാമർശിക്കാം. മൂന്നാമത്തെ നമ്പറായ 2 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളായി അത് മാറാവുന്നതുമാണ്. അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക. 41 ദിവസങ്ങൾക്കുള്ളിൽ അനുകൂലമായ ഇത്തരം ചില കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ, അത് സന്തോഷകരമായ ശുഭകരമായ വാർത്തകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ആകാവുന്നതുമാണ്. വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കർമ്മരംഗത്ത് തിരിച്ചടികൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കാരണം പലവിധ തിരിച്ചടികളും കുത്തുവാക്കുകളും കേൾക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാനും നിങ്ങളുടെ വാക്കിന് വളരെയധികം വില മറ്റുള്ളവർ കൽപ്പിക്കുന്നതായ സാഹചര്യം പോലും വന്നു ചേരും. മേലധികാരികളുടെ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണ, അവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ ചില അവസരങ്ങളിൽ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ, തർക്കങ്ങൾ ഒഴിഞ്ഞ് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ധനപരമായ ചില നേട്ടങ്ങൾ, പുരോഗതി ജീവിതത്തിൽ ദൃശ്യമാകുന്ന ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ധനപരമായ പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ആത്മാർത്ഥമായി തന്നെ ഏതൊരു കാര്യത്തെയും സമീപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പലപ്പോഴും ഈശ്വരനായി തന്നെ നിങ്ങളുടെ പ്രാർത്ഥന, അഥവാ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് പ്രകടമാകും എന്നതാണ് വാസ്തവം. കാരണം
നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങൾ അത് എല്ലാം നടന്നില്ല എങ്കിൽ പോലും ഭൂരിപക്ഷ കാര്യങ്ങളും ബഹുഭൂരിപക്ഷ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അത് സുഹൃത്തുക്കളോ ഗുരുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളാണ് എങ്കിൽ പോലും അത്തരം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സൽപ്രവർത്തികൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾക്ക് ആപത്താകാവുന്ന തിരിച്ചടികൾ സമ്മാനിക്കാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കുവാൻ സാധിക്കും. വളരെയധികം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ ഇത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. പ്രധാനമായും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഭഗവാനെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും. നാലാമത്തെ നമ്പറായ 3 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ ഇത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും അവർ സ്വാർത്ഥമായി പെരുമാറുകയും നിങ്ങളോട് അല്ലെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായി നിൽക്കുന്ന നിങ്ങളോട് പോലും അവർ പല രീതിയിലും ദോഷകരമായി നിങ്ങൾക്ക് വരുന്ന രീതിയിൽ പെരുമാറുന്നതാണ്. എന്നാൽ നല്ല മനസ്സിനെ ഉടമകളായ നിങ്ങൾ പലപ്പോഴും ഇതെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സന്തോഷം ഇവർക്ക് കടന്നു വരും, അതേപോലെ ദുഃഖങ്ങളും കടന്നു വരും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ചില അവസരങ്ങളിൽ ദുഃഖിച്ചു എന്ന് വരാം. അത് വേണ്ടപ്പെട്ടവരുടെ തിരിച്ചടികളുമായി ബന്ധപ്പെട്ടുമാകാം. ചിന്തകൾ ശരിയായ രീതിയിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ മൂലം നിങ്ങൾക്ക് ആപത്ത് വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. പലവിധ തിരിച്ചടികൾ, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിനാൽ പോസിറ്റീവായ ചിന്തകൾ നിറച്ച് മുന്നോട്ട് പോവുക. അപകട സാധ്യത അടുത്ത് വന്നു ചേരുന്നു അല്ലെങ്കിൽ തങ്ങളെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കും എന്ന ബോധ്യം പല അവസരങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. സ്വസ്ഥത ഇല്ലാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴുമുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അപവാദങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. തുടർന്നും അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സഹായം പലരിൽ നിന്നും ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങളെ കൈയൊഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. അതിനാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ആരോ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു. എന്നാൽ അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. അതിനാൽ ഇപ്പോൾ തീർച്ചയായും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. 5ാമത്തെ നമ്പറായ 4 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. ദോഷകരമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. അത് അസൂയയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളാകുന്നു.
അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ആ സാമ്പത്തിക പരാധീനതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല ദുഃഖങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് നിങ്ങൾ പുറമെ പ്രകടിപ്പിക്കാത്തവരാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈശ്വര വിശ്വാസം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ആ ഈശ്വര വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിനാൽ ഭഗവാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ഈ സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. വീണാലും അല്ലെങ്കിൽ തിരിച്ചടികൾ സംഭവിച്ചാലും തിരിച്ചെഴുന്നേറ്റ് വരുവാൻ സാധിക്കുന്നവരാണ് എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. അത്രമേൽ കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും. സ്വപ്നങ്ങൾ ജീവിതത്തിൽ കാണുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നടക്കാൻ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു എങ്കിൽ പോലും അത് നടക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അടുക്കും ചിട്ടയും ഏതൊരു കാര്യത്തിലും പ്രകടമാക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ പലപ്പോഴും പോസിറ്റീവായ ഊർജം നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ പോസിറ്റീവായ ചിന്തകൾ നിങ്ങളിൽ വളരെയധികം ഊർജം നൽകുന്നതാണ്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രോത്സാഹനമായി മാറാം. കുറ്റപ്പെടുത്തിയവർ പോലും നിങ്ങളെ പ്രശംസിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. നഷ്ടപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളിൽ സ്വന്തമാക്കുക, ആഗ്രഹിക്കുന്നതായ യാത്രകൾ മുന്നോട്ട് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാൻ സാധിക്കും. ഗൃഹദോഷം, രോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ അലട്ടുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളും ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. കൂടാതെ പെട്ടെന്ന് തന്നെ പല മാറ്റങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരാവുന്നതുമാണ്. ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങളായി മാറാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.